ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ESAP. എൻ്റെ പേര് സെൽവ ജെൽസി. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കുറേ ആയി വെയിറ്റ് ചെയ്യുന്ന RRB ഗ്രൂപ്പ് ഡി എക്സാമിനേഷനെ കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ലെന്നു. നമ്മൾ എക്സാം ഇനി 2025 നടക്കില്ല, അതോ ഇനി ജനുവരി ആവുമോ എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര കൺസേൺ ആയിരുന്നു. ഇപ്പോൾ ഫൈനലി RRB ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ട്. RRB ഗ്രൂപ്പ് ഡി 2025 എക്സാം ഡേറ്റ്. നമുക്ക് എക്സാം ഡേറ്റ് എന്നാണ് സ്റ്റാർട്ടാക്കുന്നത്? 17 നവംബർ തൊട്ടിട്ട് എൻഡ് ഓഫ് ഡിസംബർ 2025. അതായത് ഏകദേശം 1.5 മാസത്തോളാണ് എക്സാം ഉള്ളത്. നമുക്കറിയാം RRB ഗ്രൂപ്പ് ഡി 2025 ഒരു 32,000 വേക്കൻസി ആയിരുന്നു. നമുക്ക് ഒരു ദിവസം ഒരു 3 ഷിഫ്റ്റ് വെച്ചിട്ടാണ് എക്സാം നടക്കുന്നത്. 1.5 മാസം എന്ന് പറയുമ്പോൾ അതിൽ അപ്ലിക്കൻസ് എത്രമാത്രം ആളുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഊഹിച്ച് നോക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ഈ എക്സാമിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും അപ്ലിക്കൻസും അല്ലെങ്കിൽ വേക്കൻസിയൊക്കെ ഒന്നൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ 32,432 വേക്കൻസിയാണ് ആകെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തർ ഓരോ സോണിലാവും. ചെന്നൈ സോണിൽ അപ്ലൈ ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മുംബൈ സോണിലൊക്കെ 4,000 വേക്കൻസി ഉണ്ട്. ചെന്നൈ സോണിൽ 2,600 സംതിങ് വേക്കൻസിയാണ് ഉള്ളത്. മെജോറിറ്റി ആൾക്കാരും ചെന്നൈ സോണിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത സോൺ എന്ന് പറയുമ്പോൾ സെക്കന്ദരാബാദ്, അവിടെ ഒരു 1000 വേക്കൻസി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരൊറ്റ എക്സാമാണ്. പൊതുവെ ഇപ്പം SSC ആവട്ടെ RRB ആവട്ടെ ഏത് എക്സാം എടുക്കുകയാണെങ്കിലും 2 എക്സാംസ് തന്നെ വരുന്നുണ്ട്. റിട്ടേൺ എക്സാം തന്നെ 2 വരുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരൊറ്റ എക്സാമാണ്. അത് ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഫിസിക്കൽ ടെസ്റ്റ് ആണുള്ളത്. അത് ബോയ്സിന് ഒരു സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. ഒരു ഇത്ര മീറ്റർ എന്ന് പറയുന്നത് ഇത്ര ടൈമിൻ്റെ ഡ്യൂറേഷനിൽ ഫിനിഷ് ചെയ്യണം. പിന്നെ കുറച്ച് വെയിറ്റ് എടുത്ത് നടക്കാനുണ്ട്. അതുപോലെ തന്നെ ഗേൾസിനും അതുപോലെ ഒരു ഡ്യൂറേഷൻ പറയുന്നുണ്ട്. ബോയ്സിനേക്കാൾ കുറച്ച് ടൈം കൂടെ കൂടുതലായിട്ടാണ് ഗേൾസിന് കിട്ടുന്നത്. ഫിസിക്കൽ ടെസ്റ്റ് എന്താണെങ്കിലും റിട്ടേൺ എക്സാം കഴിഞ്ഞ ശേഷമാണല്ലോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറയാം. കുറേ ആയിട്ട് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനൊന്നും ഈ ഡേറ്റ് ഒന്നും വരാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറേ കുട്ടികൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ റെയിൽവേ എപ്പോഴും ഭയങ്കര ഒരു അട്രാക്റ്റീവ് സാലറി പാക്കേജ് ഉള്ളത് കൊണ്ട് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. പിന്നെ വേറെ കുറച്ച് തിരക്കൊക്കെ കാരണം പഠിക്കാൻ പറ്റാതെ എങ്ങനെ നിന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ എക്സാം ഡേറ്റ് വന്ന സ്ഥിതിക്ക് ഇനി എക്സാമിന് പഠിച്ചു തുടങ്ങണമല്ലോ വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഒരു കഷ്ടിച്ച് മാക്സിമം വരുന്നത് 2 months ആണ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ടൈമായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ 2 months വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ വളരെയധികം ഒരു ഷെഡ്യൂൾഡായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ കട്ട് ഓഫ് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ കട്ട് ഓഫ് കയറുന്നതിന് മുന്നായിട്ട് നമ്മൾ എന്തറിഞ്ഞിരിക്കണം? അതിൻ്റെ സിലബസ് അറിഞ്ഞിരിക്കണം. സിലബസിനെ കുറിച്ചിട്ടൊന്ന് പറയാം. സിലബസ് നോക്ക്. ജനറൽ സയൻസ് എന്ന് പറയുന്നത് 25 മാർക്കാണ്. മാത്സ് 25 മാർക്കാണ്. GK ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് 20 മാർക്കാണ്. റീസണിങ് 30 മാർക്കാണ്. നമ്മൾ ഈ RRB ഗ്രൂപ്പ് ഡിയുടെ ഓഫ്ലൈൻ ബാച്ചും ഓൺലൈൻ ബാച്ചും സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഒരു ഇൻട്രോ സെക്ഷനിൽ അതിൻ്റെ ഒരുപാട് എന്താ പറയുക നമ്മുടെ പോസ്റ്റിൻ്റെ പ്രിഫറൻസിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. അതിൽ ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇവിടെ കുറച്ചെണ്ണം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോയിന്റ്സ്മാൻ, പിന്നെ അതുപോലെ തന്നെ ട്രാക്ക് മെയിൻ്റെനർ, അങ്ങനെ കുറച്ച് പോസ്റ്റുകൾ ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞതിന് ഏതൊക്കെ പോസ്റ്റാണ് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അതിൽ ചില പോസ്റ്റൊക്കെ വളരെ നല്ല പോസ്റ്റാണ്, എന്നാൽ ചില പോസ്റ്റുകൾ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പോസ്റ്റുകളുണ്ട്. അപ്പം അത്തരം പോസ്റ്റുകളൊക്കെ ലാസ്റ്റ് വെക്കണം പ്രിഫറൻസ് എന്നൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളിപ്പം 100-ൽ നമുക്ക് 60 മാർക്കാണ് കട്ട് ഓഫ് എന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് 100-ൽ 60 മാർക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അപ്ലിക്കൻസ് ഉണ്ട്. നമുക്ക് അപ്ലിക്കൻസിൻ്റെ ലിസ്റ്റ് എത്രയാണ് ഉള്ള ഒഫീഷ്യൽ ഡാറ്റ നിങ്ങളൊന്ന് നോക്ക്. അപ്പം ഇത്രയും അപ്ലിക്കൻസിന് നമ്മൾക്ക് വരുന്ന വേക്കൻസി 32,438. പിന്നെ നമ്മൾ മത്സരിക്കുന്നത് ഓരോ സോൺ വൈസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിലിപ്പോൾ ചെന്നൈ സോണിൽ തന്നെ നമുക്ക് 2,600 വേക്കൻസി. എത്രയുണ്ട് അപ്ലിക്കൻസ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് 100-ൽ 60 മാർക്ക് കട്ട് ഓഫ് ആണെങ്കിൽ 100-ൽ 61, 62 വാങ്ങിയിട്ട് നമ്മൾ സേഫ് സോണിലാണെന്ന് പറയാൻ പറ്റില്ല. ഒരു വലിയ അഡ്വാൻറ്റേജ് ഉള്ളത് നമുക്ക് ഫിസിക്കൽ ടെസ്റ്റും കൂടെ ഉണ്ടാകും. ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായാലേ നമുക്ക് ജോലി കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് എപ്പോഴും നല്ല പോസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 60-നോടുകൂടി ഒരു 10 മാർക്കോ 15 മാർക്കോ കൂടുതൽ വാങ്ങണം. അങ്ങനെ 60-ന് ഒരു 10 മാർക്കോ 15 മാർക്കോ കൂടുതലാണെങ്കിൽ നല്ല പോസ്റ്റായിട്ടുള്ള പോയിന്റ്സ്മാനൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. മനസ്സിലായിട്ടുണ്ടോ പറഞ്ഞിട്ടുള്ളത്? അപ്പം എങ്ങനെയാണ് ഈ ചുരുങ്ങിയ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് നല്ല മാർക്ക് ഇമ്പ്രൂവ് ആക്കുക? ചിലപ്പം നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് നല്ല മാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 60 അല്ലെങ്കിൽ 65 ഒക്കെ വരുന്നുണ്ടാവും. അപ്പോൾ ആ 65-നോട് കൂടി ഒരു 10 15 എങ്ങനെ കൂട്ടാം? അതല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ മോക്ക് ടെസ്റ്റ് ഒന്നും എടുത്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് എടുത്ത് തുടങ്ങേണ്ട ടൈം അതിക്രമിച്ചിട്ടുണ്ട്.
ഇനി നിങ്ങളിപ്പോൾ തുടങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് 2 മന്ത്സ് വളരെ ചിട്ടയോട് പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു കട്ട് ഓഫിൻ്റെ കൂടെ ഒരു 5 മാർക്ക് കൂടുതലായിട്ട് വാങ്ങാൻ പറ്റും. നോക്ക്, അതിൻ്റെ സിലബസ് നമ്മൾ പറഞ്ഞു. മാത്സ് 25 മാർക്കാണ്. അതുപോലെ റീസണിങ്ങും 30 മാർക്ക്. അതായത് 100-ൽ 55 മാർക്കും വരുന്നത് മാത്സ് റീസണിങ് ആണ്. ഈ മാത്സ് റീസണിങ് നമ്മൾ ടോപ്പിക് വൈസ് നമ്മൾ തറാക്കി പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷനാണ് ഉള്ളത്. അപ്പോൾ ഒരു ഓപ്ഷൻ നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ അത് കറക്റ്റാണ്. അവിടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു ആൻസർ കറക്റ്റ് ആണുള്ള പ്രോബബിലിറ്റി 100% ആണ്. അപ്പോൾ മാത്സും റീസണിങ്ങും നിങ്ങൾ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 മന്ത്സ് കൊണ്ട് അത് പറ്റുമെന്ന് ചോദിച്ചാൽ അത് പറ്റും. അങ്ങനെ നമ്മൾ പ്രീവിയസ് ഇയർ ബേസ് ചെയ്തിട്ട് മാത്രം കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മാസം, ഈ 2 മന്ത്സിൽ ഈ ഒരു നമുക്കിടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ ഫോം ചെയ്തേക്കുന്നത്. എങ്ങനെ ഒരു ചുരുങ്ങിയ ടൈം കൊണ്ട് നമുക്ക് എത്ര നല്ല രീതിയിൽ മാർക്ക് ഇമ്പ്രൂവ് ആക്കാം. നമുക്ക് അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ സയൻസ്. നിങ്ങളൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്, നിങ്ങൾക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ, ഇതിനകത്ത് ഏതൊക്കെ വരും? നമുക്ക് ഫിസിക്സ് വരും, കെമിസ്ട്രി വരും, ബയോളജി വരും. അപ്പം സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്ക് 25-ൽ മിനിമം 15 മാർക്ക് കിട്ടും. മനസ്സിലായി? മിനിമം 15 കിട്ടും. അപ്പോൾ അയാൾക്ക് 25 കിട്ടാനുള്ള സാധ്യത കൂടുതൽ. എന്താണെങ്കിലും 20+ കിട്ടാനുള്ള സാധ്യത കുറച്ചൊന്ന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ 20+ എന്താണെങ്കിലും അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലല്ല, സയൻസ് ബാക്ക്ഗ്രൗണ്ടിലല്ലാത്ത ഒരാൾക്ക് അവിടെ എങ്ങനെയാണ് സ്കോർ ചെയ്യാൻ പറ്റുക? നോക്ക്, ഈ റെയിൽവേ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് TCS ആണ്. ഇതിന് മുന്നേ വരെ SSC കണ്ടക്ട് ചെയ്യുന്നതും TCS ആണ്. അപ്പോൾ നമ്മൾ ഇവരുടെ പ്രീവിയസ് ഇയർ, ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സയൻസ് ആവട്ടെ, സയൻസ് ബാക്ക്ഗ്രൗണ്ട്, അതായത് ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത് മാത്രം എടുത്തിട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 25 മാർക്കിൽ 15 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നോക്ക്, നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം എന്താണ്? മാത്സും റീസണിങ്ങും നമ്മളത് തറാക്കി പഠിക്കണം. അപ്പോൾ അതിൽ നിന്ന് മാക്സിമം 55 മാർക്ക് നമുക്ക് അവിടെ കിട്ടുന്ന അവിടെ നമ്മളൊരു 50 മിനിമം വാങ്ങണം. മാത്സും റീസണിങ്ങിൽ നിന്ന് 50 മിനിമം വാങ്ങണം. പ്ലസ് നമുക്ക് ജനറൽ സയൻസിൽ നിന്ന് ഒരു 15 മാർക്കും കൂടെ നമുക്ക് വാങ്ങണം. പിന്നെയുള്ളൊരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് GK ആണ്. ഈ GK പോർഷനകത്ത് നമുക്ക് ഏതൊക്കെ വരുന്നുണ്ട്? ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പൊളിറ്റി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹിസ്റ്ററി വരുന്നുണ്ട്, ജോഗ്രഫി വരുന്നുണ്ട്, എക്കണോമിക്സ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ വരുന്നുണ്ട്, പോരാതെ തന്നെ നമ്മളെ കറണ്ട് അഫയേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ഏരിയ ഈ കുറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെയാണ് പഠിച്ചു തീർക്കാൻ പറ്റുക? അതിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളങ്ങ് പരത്തി പഠിക്കാൻ നിൽക്കരുത്. നമുക്ക് എക്സാമിന് കുറച്ച് ഏരിയ മാത്രം സെലക്ട് ചെയ്തിട്ട് മാത്രം പഠിക്കുക. ഇപ്പം പൊളിറ്റി പഠിക്കുകയാണെങ്കിൽ അതിൽ അമെൻമെൻറ്റ്സ് പഠിക്കുക, ആർട്ടിക്കിൾസ് പഠിക്കുക. അതുപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒരു ഏരിയ ആണ് സ്റ്റാറ്റിക് GK. ഈ സ്റ്റാറ്റിക് GKനകത്ത് ആർട്ട് ആൻഡ് കൾച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള ചില ഏരിയകൾ മാത്രമായിട്ട്. ഇപ്പോൾ സെൻസസ് ഇമ്പോർട്ടൻ്റ് ആണ്, INC ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള പർട്ടിക്കുലർ ടോപ്പിക്സ് മാത്രം സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിലും ഒരു 100-ൽ 60+ അല്ലാന്നുണ്ടെങ്കിൽ 65+, ഞാൻ പറയുന്നത് 65+ മാർക്ക് ഈ ഒരു 2 മന്ത്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. അപ്പം നമ്മൾ കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഈ ലാസ്റ്റ് 2 മന്ത്സിൽ എന്തെങ്കിലും നിങ്ങൾ ക്രാഷ് കോഴ്സ് എന്തെങ്കിലുമൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് ഈ 2 മന്ത്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 1.5 മാസം നമുക്ക് കൂട്ടാം. ഈ 1.5 മാസത്തിനകത്ത് നിങ്ങളുടെ ഒരു മാർക്ക് 60 to 65-നിടയിൽ ഒട്ടും മാർക്കില്ലാത്ത ആളുകൾ നമ്മളെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്ത് പോകണം. നമ്മൾ വളരെയധികം ഓറിയൻറ്റഡ് ആയിട്ട് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിലബസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഉണ്ട്. നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ ഫീന് തന്നെ. കാരണം നിങ്ങളുടെ ഇതുവരെ ഉള്ള ഒരു ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾ വേറെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഒന്ന് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ ചാൻസാണ്. 32,000 വേക്കൻസി എന്ന് പറയുന്നത് നല്ല വേക്കൻസിയാണ്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് മാർക്ക് ഇതിനകത്ത് സ്കോർ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവും നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിട്ടേൺ ടെസ്റ്റ് പാസ്സാവാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിനാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഈ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കുന്ന ഗൂഗിൾ ഫോമിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഡാറ്റാസ് ഒന്ന് സബ്മിറ്റ് ചെയ്യണം. നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ഒരു ബാച്ച് സ്റ്റാർട്ടാക്കുന്നതാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക്